ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ഡിവിഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റോൺ ഏജ്. ദ ഏജ് വെൻ ദ പ്രീ ഹിസ്റ്റോറിക് മാൻ ബിഗാൻ ടു യൂസ് സ്റ്റോൺസ് ഫോർ യൂട്ടിലിറ്റേറിയൻ പർപ്പസ് ഈസ് ടേംഡ് ആസ് ദ സ്റ്റോൺ ഏജ്. അതായത് ചരിത്രാതീത കാലഘട്ടത്തിലുള്ള മനുഷ്യർ ഉപയോഗപ്രദമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിനെയാണ് നമ്മൾ പൊതുവെ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ബ്രോഡ് ഡിവിഷൻ. സ്റ്റോൺ ഏജ് നമുക്ക് 3 ബ്രോഡ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ടൈം ലൈൻ. പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഹിസ്റ്ററി 2 തരത്തിലുണ്ട്. അതായത് പ്രീ ഹിസ്റ്റോറിക് ഉണ്ട്, ഹിസ്റ്റോറിക് ഉണ്ട്. അതായത് പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ എഴുതി വെക്കപ്പെട്ട രേഖകൾ ലഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നതാണ് ചരിത്രപരമായ കാര്യങ്ങൾ എഴുതി വെക്കപ്പെട്ട രേഖ നമുക്ക് ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിനെയാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറി നമുക്ക് ഒരു തരത്തിലുള്ള എഴുതപ്പെട്ട രേഖകളും ലഭിച്ചിട്ടില്ല. അതാണ് പ്രീ ഹിസ്റ്റോറിക്. ഓക്കെ, അപ്പൊ ഈ പ്രീ ഹിസ്റ്റോറിക്കിനെ നമ്മൾ 3 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ്. ഈ സ്റ്റോൺ ഏജിനെ, ശിലായുഗ കാലഘട്ടത്തിനെ വീണ്ടും 3ആയി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് ആൻഡ് മെസോലിത്തിക് ഏജ്, ലാസ്റ്റ് വൺ നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് ആണ് ഇതിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോൺ ഏജ് ആയിട്ടുള്ളത്. ദെൻ മിഡിലായി വരുന്നതാണ് മെസോലിത്തിക് ഏജ് ആൻഡ് ഏറ്റവും ന്യൂവസ്റ്റ് ഏജ് ആണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ന്യൂ സ്റ്റോൺ ഏജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാലിയോലിത്തിക് എന്ന ടേം ആദ്യമായി കോയിൻ ചെയ്ത വ്യക്തിയാണ് ജോൺ ലുബോക്ക് എന്ന് പറയുന്ന വ്യക്തി. 1865 അദ്ദേഹം ജോൺ ലുബോക്ക് പാലിയോലിത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്യുന്നത്. അതിനെ തന്നെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലോവർ പാലിയോലിത്തിക് ഏജ് ആൻഡ് മിഡിൽ പാലിയോലിത്തിക് ഏജ് ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജ്. അപ്പൊ ഇത്രയാണ് സ്റ്റോൺ ഏജിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡിവിഷനിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.